നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് വിനീഷ്യസ് ജൂനിയർ. നമുക്കറിയാം, ഇത്തവണ ബാലൻഡിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിനി. കഴിഞ്ഞ സീസണിൽ റയലിന് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലാലിഗ, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, യുവേഫ സൂപ്പർ കപ്പ്, അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിവയൊക്കെ അദ്ദേഹം റയലിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ താരത്തെ സ്വന്തമാക്കാൻ സൗദി ക്ലബ്ബായ അൽ അഹ്ലി ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. അതായത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അവർ ഓഫർ ചെയ്തിരുന്നത്. ആകെ സാലറി ആയിക്കൊണ്ട് 1 ബില്യൺ യൂറോയായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. കരാറിന് ശേഷം തിരികെ യൂറോപ്പിലേക്ക് എത്താമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. കരിയർ അവസാനിപ്പിച്ചതിന് ശേഷം സൗദി ഫുട്ബോളിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ജോലി അദ്ദേഹത്തിന് നൽകും. കൂടാതെ 2034 സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേൾഡ് കപ്പിൻ്റെ അംബാസിഡറുമാക്കും. അങ്ങനെ ആകർഷകമായ വാഗ്ദാനങ്ങളായിരുന്നു സൗദി അറേബ്യ അദ്ദേഹത്തിന് നൽകിയിരുന്നത്. എന്നാൽ വിനീഷ്യസ് ജൂനിയർ അത് നിരസിച്ചിരുന്നു. റയൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രമുഖ മാധ്യമമായ ESPN ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയെ വിനീഷ്യസ് ജൂനിയർ പൂർണ്ണമായും നിരസിച്ചിട്ടില്ല. ഈ സീസണിന് ശേഷം അദ്ദേഹം ആ ഒരു ഓഫർ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ 2027 വരെയാണ് റയൽ മാഡ്രിഡുമായി വിനിക്ക് കരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് എന്നുള്ളത് 1 ബില്യൺ യൂറോയാണ്. ഈ കരാർ ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ വിനീഷ്യസ് ജൂനിയറുടെ ക്യാമ്പ് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. അതായത് ഈ സീസണിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത സീസണിൽ റയലിൽ തുടരണോ അതല്ലെങ്കിൽ സൗദിയിലേക്ക് പോകണോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയർ തീരുമാനമെടുത്തേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സീസണിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അതിൽ വലിയ സ്വാധീനം ചെലുത്താനുണ്ടാകും. എംബപ്പെ വന്നതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ തന്നെ അത് നിരസിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും സൗദിയുടെ ഈ ഒരു ആകർഷകമായ ഓഫർ പൂർണ്ണമായും തള്ളിക്കളയാൻ വിനി ഇപ്പോൾ ഒരുക്കമല്ല. ഭാവിയിൽ അത് അദ്ദേഹം പരിഗണിച്ചേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.